നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ബാക്ക് ടു ബാക്ക് ഹാഫ് സെഞ്ചുറീസ് ഹിറ്റ്മാൻ ഫോമിലേക്ക് ഉയർന്നതോടുകൂടി മുംബൈ ഇന്ത്യൻസ് കുതിക്കുകയാണ്. ഇപ്പോൾ ഇന്നലത്തെ കളി SRHനെതിരെ അവർ 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം സ്വന്തമാക്കുന്നു. രോഹിത് ശർമ്മ 46 പന്തുകളിൽ നിന്ന് 8 ഫോറും 3 സിക്സും അടക്കം 70 റൺസ് അടിച്ചു. ആ സിക്സറുകളോടുകൂടി പുത്തൻ റെക്കോർഡും പിറന്നിരിക്കുകയാണ്. ചരിത്രത്തിലേക്കാണ് ഇന്നലെ രോഹിത് ശർമ്മ നടന്നു കയറിയിരിക്കുന്നത്. അതോടൊപ്പം 12,000 റൺസ് T20 ക്രിക്കറ്റിൽ ആ ഒരു നേട്ടത്തിലേക്ക് കൂടി അദ്ദേഹം എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സീസണിൽ IPL പ്രകടനം നോക്കുക, പ്രോഗ്രസീവ് ആയിരുന്നു. അത് ഒടുവിൽ അതിൻ്റെ പീക്കിലേക്ക് എത്തിയിരിക്കുന്നു. 0 റൺസാണ് ആദ്യ കളിയിൽ അടിച്ചത്, അടുത്ത കളിയിൽ 8, അടുത്ത കളി 13, അടുത്ത കളി 17, അടുത്ത കളി 18, അടുത്ത കളി 26, പിന്നെ 76 നോട്ട് ഔട്ട് 70. സോ അതിങ്ങനെ പീക്കിംഗ് ആയിരുന്നു. ഒടുവിൽ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് ആ ഫോം എത്തിയിരിക്കുകയാണ്. 38ാമത്തെ വയസ്സിൽ അദ്ദേഹം കളി സ്വന്തമായിട്ട് അങ്ങ് കൊണ്ടുപോകുന്ന കാഴ്ച. ഇന്നലെ ഹർഷ ഭോഗലെ പറഞ്ഞ പോലെ അദ്ദേഹം നന്നായി കളിക്കുമ്പോൾ എല്ലാവരും മാച്ച് ഫിക്സ്ഡ് ആയി എന്ന തരത്തിലാണ് പറയാറുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്ട്. അദ്ദേഹം കളിച്ചാൽ പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും നോക്കാനില്ല, തോറ്റു എന്ന് ഉറപ്പിക്കുക, അതാ ചെയ്യാനുള്ളൂ എതിർ ടീമുകൾക്ക്. അത്രയും മികവിലേക്ക് അദ്ദേഹം പോവുകയാണ്. എതിരാളികൾ പൂർണ്ണമായിട്ടും തകർക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉള്ളത്. ഇപ്പോൾ ഇന്നലെ അദ്ദേഹം കുറിച്ചിട്ടുള്ള റെക്കോർഡുകൾ, ചരിത്രത്തിലേക്ക് അദ്ദേഹം നടന്നു കയറി എന്ന് പറഞ്ഞാൽ അത് നോക്കുകയാണ്. IPL MIക്ക് വേണ്ടി ഏറ്റവും അധികം സിക്സർ അടിച്ച താരമാരാണ്? അത് രോഹിത് ശർമ്മയാണ്. കിരൺ പൊള്ളാഡിൻ്റെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. കിരൺ പൊള്ളാഡ് 258 സിക്സറുകളാണ് നേടിയിരുന്നത്. അത് മറികടന്ന് ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് രോഹിത് ശർമ്മ എത്തുന്നു. 3ാം സ്ഥാനത്ത് സൂര്യയാണുള്ളത്, 127 സിക്സറുകൾ. ദെൻ ഹാർദിക് പാണ്ഡ്യ 115 സിക്സറുകൾ, ഇഷാൻ കിഷൻ 106 സിക്സറുകൾ. അപ്പോൾ ഇഷാൻ കിഷൻ പോയിട്ടുണ്ട്, കരൺ പൊള്ളാഡ് കളി നിർത്തിയിട്ടുമുണ്ട്. സോ ഇനി കുറേ കാലം ചരിത്ര താളുകളിൽ രോഹിത് ശർമ്മ തന്നെയായിരിക്കും MIക്ക് വേണ്ടി ഏറ്റവും അധികം സിക്സർ അടിച്ച താരമെന്നർത്ഥം. ഇനി മോസ്റ്റ് റൺസ് ഇൻ T20s നോക്കുകയാണെങ്കിൽ 12,000 എന്നുള്ള ആ മൈൽ സ്റ്റോൺ കടന്നിരിക്കുന്നു രോഹിത് ശർമ്മ. രോഹിത് ശർമ്മക്ക് മുമ്പ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് ക്രിസ് ഗെയിൽ 14,562 റൺസുമായിട്ട് അദ്ദേഹമാണ് 1ാമത്. അലക്സ് സെയിൽസ് 13,610 റൺസുമായിട്ട് 2ാമത്. ഷോയിബ് മാലിക് 13,571 റൺസുമായിട്ട് 3ാമത്. കരൺ പൊള്ളാഡ് 13,537 റൺസുമായിട്ട് 4ാമത്. വിരാട് കോഹ്ലി 13,508 റൺസുമായിട്ട് തൊട്ടുപുറകിലുണ്ട്. ഡേവിഡ് വാർണർ 13,019 റൺസ്. ജോസ് ബട്ട്ലർ 12,469 റൺസ്. ഇതാ രോഹിത് ശർമ്മയും 12,000 കടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ രോഹിത്തിനെ കൂടാതെ കോഹ്ലി മാത്രമാണ് ഈ ലിസ്റ്റിലുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും ചരിത്രത്തിലേക്കാണ് രോഹിത് ശർമ്മ ഇന്നലെ ബാറ്റ് വീശിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.